ബംഗളൂരു കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഡൽഹിയിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനത്തിന്റെ എഞ്ചിനിൽ തീപിടുത്തം. വ്യാഴാഴ്ച രാത്രി 9:30-ഓടെയാണ് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് സംഭവം നടന്നത്. പൈലറ്റുമാരുടെ എയർ ട്രാഫിക് കൺട്രോളിന്റെയും സമയോചിതമായ ഇടപെടലിനെ തുടർന്ന് വൻ ദുരന്തം ഒഴിവായി. വിമാനത്തിലുണ്ടായിരുന്ന 171 യാത്രക്കാരും ജീവനക്കാരും പൂർണ്ണ സുരക്ഷിതരാണെന്ന് എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചു. എയർ ഇന്ത്യയുടെ എയർബസ് A320 ശ്രേണിയിൽപ്പെട്ട AI-2802 എന്ന വിമാനത്തിന്റെ യാത്ര അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോഴാണ് ആകാശത്ത് വെച്ച് ആ നടുക്കുന്ന നിമിഷങ്ങൾ അരങ്ങേറിയത്. ബംഗളൂരുവിൽ നിന്നുള്ള സർവീസ് പൂർത്തിയാക്കി ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ റൺവേ 29RL ലാൻഡ് ചെയ്യാൻ വിമാനം ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കോക്പിറ്റിലെ ജീവനക്കാരെ ഞെട്ടിച്ചുകൊണ്ട് എഞ്ചിനുകളിലൊന്നിൽ തീപിടിച്ചതായുള്ള എമർജൻസി അലാറം സന്ദേശം മുഴങ്ങുകയായിരുന്നു. അപകടം തൊട്ടുമുന്നിലെത്തിയെന്ന് തിരിച്ചറിഞ്ഞ പൈലറ്റുമാർ ഒട്ടും സമയം കളയാതെ അങ്ങേയറ്റത്തെ സമചിത്തതയോടെ ഡൽഹി വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോളുമായി അടിയന്തരമായി ബന്ധപ്പെടുകയും അടിയന്തര ലാൻഡിങ്ങിനുള്ള അനുമതി തേടുകയും ചെയ്തു. വിമാനത്തിന്റെ എഞ്ചിനിലെ അഗ്നിബാധയെക്കുറിച്ചുള്ള സന്ദേശം ലഭിച്ചയുടൻ തന്നെ എയർപോർട്ട് അതോറിറ്റി വിമാനത്താവളത്തിൽ ഉടനടി പൂർണ്ണ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണുണ്ടായത്. തുടർന്ന് ലാൻഡിങ്ങിനിടെ സംഭവിക്കാനിടയുള്ള ഏത് വലിയ ദുരന്തത്തെയും നേരിടാനും രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിലാക്കാനുമായി സജ്ജമാക്കിയ നിരവധി അഗ്നിശമന സേന വാഹനങ്ങളും ആംബുലൻസുകളും മെഡിക്കൽ സംഘവും തിടുക്കത്തിൽ റൺവേക്ക് സമീപത്തേക്ക് എത്തിച്ച് അതീവ ജാഗ്രതയോടെ നിലയുറപ്പിച്ചു. ആകാശത്ത് വെച്ചുണ്ടായ അടിയന്തര സാഹചര്യത്തിലും പരിഭ്രാന്തരാകാതെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും മുൻകരുതലുകളും കൃത്യമായി പാലിച്ചുകൊണ്ട് പൈലറ്റുമാർ വിമാനം ഡൽഹി വിമാനത്താവളത്തിലെ റൺവേ 29RL അതീവ സുരക്ഷിതമായി നിലത്തിറക്കുകയാണുണ്ടായത്. വിമാനം റൺവേയിൽ പൂർണ്ണമായി നിശ്ചലമായതിനു തൊട്ടു പിന്നാലെ തന്നെ സജ്ജമായിരുന്ന അഗ്നിശമന സേനാംഗങ്ങൾ എഞ്ചിനിലെ തീ പൂർണ്ണമായും അണയ്ക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുകയും തുടർന്ന് സുരക്ഷ മുൻനിർത്തി വിമാനം റൺവേയിൽ നിന്നും മാറ്റി മറ്റൊരു സുരക്ഷിത സ്ഥാനത്തേക്ക് ടോ ചെയ്ത് മാറ്റുകയും ചെയ്തു. അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കൃത്യമായ പരിശീലനം ലഭിച്ച പൈലറ്റുമാരും ക്യാബിൻ ക്രൂവും അങ്ങേയറ്റത്തെ സമചിത്തതയോടെ പ്രവർത്തിച്ചതിനാലാണ് വിമാനത്തിലുണ്ടായിരുന്ന 171 യാത്രക്കാരെയും ജീവനക്കാരെയും യാതൊരുവിധ പരിക്കുകളുമില്ലാതെ സാധാരണ രീതിയിൽ തന്നെ പുറത്തെത്തിക്കാൻ സാധിച്ചതെന്നും എല്ലാവരും പൂർണ്ണ സുരക്ഷിതരാണെന്നും എയർ ഇന്ത്യ വക്താവ് ഔദ്യോഗിക പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. എങ്കിലും ഈ അടിയന്തര ലാൻഡിങ്ങിനെ തുടർന്ന് ഡൽഹി വിമാനത്താവളത്തിലെ റൺവേ 29Rലെ വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വരികയും പിന്നീട് റൺവേയിലെ ആവശ്യമായ സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കി രാത്രി 10:18-ഓടെ മാത്രമാണ് ഇവിടത്തെ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാക്കാൻ സാധിച്ചതുള്ളൂ. നിലവിൽ വിമാനത്തിന്റെ എഞ്ചിനിൽ തീപിടിക്കാനുണ്ടായ കൃത്യമായ കാരണം കണ്ടെത്താനായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെയും എയർ ഇന്ത്യയുടെയും വിദഗ്ധ സമിതികൾ സംയുക്തമായി സമഗ്രമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച എയർ ഇന്ത്യ വിമാനങ്ങൾ ഉൾപ്പെടുന്ന രണ്ടാമത്തെ അപകടമാണിത് എന്നത് രാജ്യത്തെ വ്യോമയാന മേഖലയിൽ വലിയ രീതിയിലുള്ള ആശങ്കകൾക്ക് വഴിവെക്കുന്നുണ്ട്. ഇതേ ദിവസം രാവിലെ ഡൽഹിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് 181 യാത്രക്കാരുമായി പുറപ്പെട്ട എയർ ഇന്ത്യയുടെ മറ്റൊരു വിമാനവും സമാനമായ രീതിയിൽ അപകടത്തിൽപ്പെട്ടിരുന്നു. ഡൽഹിയിൽ നിന്ന് പറന്നുയർന്ന് ബംഗളൂരു കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നതിനിടെയാണ് AI-2651 എന്ന എയർബസ് A321 വിമാനത്തിന്റെ വാൽഭാഗം റൺവേയിൽ ശക്തമായി ഇടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാൽ അത്യന്തം അപകടകരമായ ഈ സംഭവത്തിലും വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാർക്കോ ജീവനക്കാർക്കോ യാതൊരുവിധ പരിക്കുകളും സംഭവിച്ചില്ല എന്നത് വലിയ ആശ്വാസമായി. ലാൻഡിങ്ങിനിടെ വാൽഭാഗം റൺവേയിൽ ആഴത്തിൽ ഉരസിയതിനെ തുടർന്ന് വിമാനത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഘടനാപരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള വിശദമായ സാങ്കേതിക പരിശോധനകൾക്കായി ഈ വിമാനം നിലവിൽ ബംഗളൂരു വിമാനത്താവളത്തിൽ തന്നെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഒരേ ദിവസം തന്നെ എയർ ഇന്ത്യ വിമാനങ്ങൾക്ക് തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം സാങ്കേതിക തകരാറുകളെയും ലാൻഡിംഗ് പരാജയങ്ങളെയും അതീവ ഗൗരവത്തോടെയാണ് അധികൃതർ കാണുന്നത് എന്നും ഇതിനെക്കുറിച്ച് വ്യോമയാന മന്ത്രാലയവും ബന്ധപ്പെട്ട നിയന്ത്രണ ഏജൻസികളും കർശനമായ അന്വേഷണം നടത്തുമെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരേ ദിവസം തന്നെ എയർ ഇന്ത്യ വിമാനങ്ങൾ ഉൾപ്പെട്ട ഈ 2 അപകടങ്ങൾ എയർലൈൻസിന്റെ പ്രവർത്തന സുരക്ഷയെയും വിമാനങ്ങളുടെ പരിപാലന നിലവാരത്തെയും കുറിച്ച് ഗൗരവമേറിയ ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ്. ആകാശത്ത് വെച്ച് എഞ്ചിൻ തീപിടുത്തത്തിന്റെ മുന്നറിയിപ്പ് ലഭിച്ചിട്ടും AI-2802 വിമാനം ഡൽഹി വിമാനത്താവളത്തിൽ അതീവ സുരക്ഷിതമായി ഇറക്കാൻ കഴിഞ്ഞത് പൈലറ്റുമാരുടെയും ക്യാബിൻ ക്രൂവിന്റെയും മികച്ച പരിശീലനത്തെയും സമചിത്തതയെയുമാണ് കാണിക്കുന്നത്. ഡൽഹി എയർ ട്രാഫിക് കൺട്രോളും രക്ഷാപ്രവർത്തകരും സമയോചിതമായി ഇടപെട്ടതിനാൽ 171 യാത്രക്കാരുടെയും ജീവനക്കാരുടെയും ജീവൻ രക്ഷിക്കാനും വലിയൊരു ദുരന്തം
ഒഴിവാക്കാനും സാധിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളെ എങ്ങനെ ഫലപ്രദമായി നേരിടാം എന്നതിൻ്റെ മികച്ച ഉദാഹരണമാണിത്. എങ്കിലും ഇതേ ദിവസം രാവിലെ ഡൽഹിയിൽ നിന്നും ബംഗളൂരുവിലേക്ക് പോയ AI-2651 വിമാനം ലാൻഡിങ്ങിനിടെ വാൽഭാഗം റൺവേയിൽ ഇടിച്ചുണ്ടായ അപകടം കൂടി ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ തുടർച്ചയായി ഉണ്ടാകുന്ന സാങ്കേതിക പ്രവർത്തന തകരാറുകൾ വ്യോമയാന മേഖലയിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനും എയർ ഇന്ത്യയും ചേർന്ന് നടത്തുന്ന സംയുക്ത അന്വേഷണം ഈ രണ്ട് സംഭവങ്ങളുടെയും യഥാർത്ഥ കാരണം കണ്ടെത്താൻ അത്യന്തം അനിവാര്യമാണ്. കേവലം അന്വേഷണത്തിനപ്പുറം വിമാനങ്ങളുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി ഓഡിറ്റ് ചെയ്യാനും ഭാവിയിൽ ഇത്തരം അപകടകരമായ സാഹചര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുമുള്ള അടിയന്തര നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ യാത്രക്കാർക്ക് വ്യോമയാന സർവീസുകളിലുള്ള വിശ്വാസ്യത പൂർണ്ണമായും നിലനിർത്താൻ സാധിക്കുകയുള്ളൂ.